നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ഇരിക്കുന്ന അൽഹംദുലില്ലാഹ് ഇനി നമുക്ക് ശരദകാലമാണ് നടക്കാനുള്ളത്. മറ്റേ ബുഖാരി മജ്ലിസിൻ്റെ ദുആ ഒക്കെയാണ് നടക്കാനുള്ളത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ സമ്പത്ത് നിങ്ങളാണ്. ഞങ്ങളൊക്കെ പ്രായമായി വരികയാണ്. ഇത് ഇനി ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം തെക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഈ മഞ്ഞാടിയെക്കുറിച്ച് ഇന്ന് കേരളത്തിലെന്ന് മാത്രമല്ല ഗൾഫ് നാടുകളിൽ നല്ല പേരാണ്. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇതിനെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അള്ളാഹു കാക്കട്ടെ. നല്ല അഭിപ്രായമാണ്. മഞ്ഞാലിയായി പഠിച്ച ആലിമീകൾക്ക് വലിയ പ്രാധാന്യമാണ്. എൻ്റെ അടുത്ത് പലരും ഇമാമികളെ ചോദിക്കും, ഉസ്താദന്മാർ. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത്, മഞ്ഞാലിയായി പഠിച്ചവരുണ്ടെങ്കിൽ അത് മതി, അതിനുശേഷം മതി വേറെ ഉണ്ടെങ്കിൽ മതി. കാരണം ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ വിദ്യാർത്ഥികളോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയും, നിങ്ങൾ ദക്ഷിണയുടെ ആൾക്കാരാണ്, നിങ്ങളുടെ മന്നാരിയായി പഠിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഗ്രൂപ്പും പിടിക്കരുത്. ദക്ഷിണ കേരള ജമിയത്തുൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നിൽക്കണം. നിങ്ങൾ പോയി എവിടെയെങ്കിലും ജോലിയേറ്റാൽ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. നിങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ മന്നാരിയ പറയുന്ന അനുസരിച്ച് നീങ്ങണം. അതുകൊണ്ട് പലരും എന്നോട് പറയും, ഉസ്താദേ മന്നാരിയായി പാസ്സായവർ മതി, അവരെയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അവർ ഗ്രൂപ്പുണ്ടാക്കത്തില്ല എന്ന്. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ നല്ല പേര് ഉള്ളതാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ സാമ്പത്തികമായി ഇച്ചിരി വലുതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ 71 വിദ്യാഭവന ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത്. അന്ന് ഒരു 5 സെന്റ് സ്ഥലവും 5 സെന്റ് സ്ഥലവും ഒരു 3 നില റൂമുള്ള ഒരു കെട്ടിടവുമായിരുന്നു നമ്മുടെ സമ്പത്ത്. അൽഹംദുലില്ലാഹ് ഇപ്പോഴ് 8-10 സ്ഥാപനം നമുക്കുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചതിന്റെ പേരിലാണ്. 8-10 സ്ഥാപനം വർക്കല പൊന്നാനി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 12 ഏക്കറുണ്ട്. ഇവിടെ പാകോട് 16 ഏക്കറുണ്ട്. അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും അറബിക് കോളേജും ഓർഫനേജും അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് മന്നാനിയ ഉമർ ഫാറൂഖ് എത്തിയുണ്ടാന അവിടെ എത്തിയതാനുണ്ട്, വിഭവമുണ്ട്, എല്ലാം ഉണ്ട്. കടയ്ക്കലേക്ക് വന്നു നോക്കുമ്പോൾ മുക്കുന്നത്ത് മന്നാനിയ അൽഹംദുലില്ലാഹ് 3 നില കെട്ടിടം, ഒരു പള്ളി. ആ പള്ളിയിൽ ആണുങ്ങൾക്ക് വിഭവം, ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വിഭവം വേറെ. ആ 3 നിലയിൽ ഒരു നില, ഒന്ന് എത്തിമക്കള്, ഒന്ന് തർബിയത്ത്. അതുപോലെ പല സ്ഥാനത്തും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണി പറയുന്നില്ല. 10-ൽ പരം സ്ഥാപനങ്ങൾ ഉണ്ട്. അത് നിങ്ങളെപ്പോലുള്ളവര് സഹായിച്ചാണ്. 20 പ്രാവശ്യം ഗൾഫിൽ പോകേണ്ടി വന്നു ഈ മന്നാനിയുടെ കാര്യത്തിൽ. പോയിട്ട് വരുമ്പോൾ ഇവിടെയുള്ള കടകളെല്ലാം തീരും. ഇത്രയും ഏക്കറുകൾ സമ്പാദിച്ചത്, ഇത്രയും ഇവിടെ 3 നില കെട്ടിടമുണ്ടാക്കിയത്, അതുപോലെ തന്നെ പാങ്ങോട് 3 നില കെട്ടിടമുണ്ടാക്കിയത്, അതുപോലെ തന്നെ കൊല്ലത്ത് കടയ്ക്കൽ 3 നില കെട്ടിടമുണ്ടാക്കിയത്. ഇതൊക്കെ നിങ്ങളും അതുപോലെ തന്നെ ഗൾഫിലുള്ളവരും സഹായിച്ചതിന്റെ പേരിലാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇപ്പോഴേ 20 വർഷം തുടരെ പോയി. പക്ഷെ ഇപ്പോൾ 2-3 വർഷം കൊണ്ട് മുടങ്ങി. 2 വർഷം അവിടെ പോകാൻ പാടില്ലായിരുന്നു, രോഗം കാരണമായ നിരോധനം. പിന്നെ 2 വർഷം എനിക്ക് ചെറിയ പരിക്ക് പറ്റി. പള്ളിയിൽ വലിയ ബാത്റൂമിലൊന്ന് തെറ്റി വീണ്. ഡോക്ടർമാർ പറഞ്ഞു 1-2 വർഷം ഇനി സ്റ്റെപ്പ് കയറാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ 2 വർഷം കൊണ്ട് കസേരയിൽ ഇരുന്നാണ് വിസ്തരിച്ചത്. ഗൾഫിൽ പോകാൻ ഒത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം വല്ലാത്ത കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മറ്റത് എന്തെങ്കിലും കടം വന്നാൽ റമദാനിൽ പോയിട്ട് വരുമ്പോൾ ഈ 10 സ്ഥാപനങ്ങളിലും
കടം തീരുമായിരുന്നു. ഇപ്പോഴെനിക്ക് പൊക്കാത്തതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഉലമാക്കളോടും എൻ്റെ ഉമ്മറാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം തയ്യാറുള്ള നാൾ വരെ നിലനിൽക്കണം. ഞങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോയാലും ഞങ്ങളൊക്കെ മൗത്തായി പോയാലും ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. അതുകൊണ്ട് ആ വിഷയം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഉസ്താദന്മാരും ഓരോ ഉസ്താദന്മാരും ഓരോ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആവേണ്ടത് ഇവിടെ പഠിക്കുന്ന ഉസ്താദന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച സഹാബാക്കൾ ആ മൂത്തത്തെ യുദ്ധത്തിൽ എന്താണ് അവർ പെരുമാറിയത്? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആഹ്വാനം ചെയ്തു എല്ലാവരും വരാൻ. അങ്ങനെ എല്ലാവരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന് നേതൃത്വം നൽകേണ്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കഴിഞ്ഞാൽ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കഴിഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം കഴിഞ്ഞാൽ സഹാബാക്കൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ 3 സഹാബാക്കൾ ഉറച്ചു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഷഹീദാണ്. കാരണം ഇന്നാല് കഴിഞ്ഞാൽ ഇന്നാലെന്ന് പറഞ്ഞാൽ അവർ ഷഹീദാകുക സ്വാഭാവികമാണ്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു പതാക എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. രണ്ടാമത് ജഅഫർ ഇബ്നു അബീ താലിബ് പോകുന്ന വഴിക്ക് പൊട്ടിക്കരയുന്നു. സഹാബാക്കൾ ചോദിച്ചു, ജഅഫറെ, നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? നിങ്ങൾ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടേക്കൊന്നും പറഞ്ഞതിന്റെ പേരിലാണോ? അല്ലയോ സഹാബാക്കളെ, നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിച്ചോ? അല്ലാഹു എനിക്ക് മരിക്കുന്നതിൽ പ്രയാസമില്ല, പക്ഷേ ഞാൻ ഈ യുദ്ധത്തിൽ മരിക്കും എന്നുള്ള കാര്യം ചൊല്ലിച്ചതുമാണ്. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ നബിയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആര് കാണും? അതാണ് എന്നെ വേദനിപ്പിച്ചത്. എന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിൽ എന്റെ മക്കളെ ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല. അങ്ങനെ മൂന്നെന്ന സ്ഥലത്തെത്തി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസത്തെ ഒടിപിടിച്ചു. അദ്ദേഹം ഷഹീദായി. രണ്ടാമത് ഒടിപിടിക്കേണ്ടത് ജഅഫർ ഇബ്നു അബീ താലിബാണ്. അടുത്ത മണിക്കൂറിൽ അദ്ദേഹം ഷഹീദാണ് എന്നാൽ അറിയാം. അങ്ങനെ ആ യുദ്ധത്തിൽ പതാക എടുത്തുകൊണ്ട് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങൂ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സഹോദരന്മാർ വധിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ വധിക്കലാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിക്കൊള്ളൂ എന്ന് പറയുകയും ആ പതാക എടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ വലത്തെ കൈക്ക് വെട്ടാണ് കിട്ടിയത്. വലത്തെ കൈ തൊലിയെ വേർപെട്ടു. തൊലിയെ കടന്ന് ആടുന്നു, രക്തം ഒഴുകുന്നു. താൻ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് വലത്തെ കൈ ദൂരെ കരഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഇടത്തെ കൈയിൽ പൊടിപിടിച്ചു. താമസമിനായ ഇടത്തെ കൈയിൽ വെട്ടിമുറിച്ചു. 1,50,000 വരുന്ന ശത്രുവിഭാഗത്തിന്റെ മുമ്പിൽ തടുക്കുന്നതിനോ എതിർക്കുന്നതിനോ നടന്നില്ല. ആ മുറിക്കപ്പെട്ട 2 കരങ്ങൾ കൊണ്ട് മാറോട് അടച്ചു പിടിച്ചുകൊണ്ട് ജഅഫർ ഇബ്നു അബീ താലിബ് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്നെ വധിക്കുന്ന ആഗ്രഹങ്ങൾ വധിച്ചു തീർത്തു, വധിച്ചോളൂ. ഞാൻ നിങ്ങൾ ഇസ്ലാമിലേക്ക് പറഞ്ഞു. അത് സ്വീകരിച്ചില്ല. 2 തോൽക്കയും വെട്ടിത്താഴ്ത്തി 2 പിളർപ്പായി മാറുമ്പോൾ അവശേഷിച്ച 2 കാലുകൊണ്ട് ആ പതാക ചാടിപ്പിടിക്കുന്നു. താമസമില്ലാതെ 2 കാലും വെട്ടിപ്പൊളിച്ചു. അങ്ങനെ 90 പല മുറിവുകളോടുകൂടി ജഅഫർ ഇബ്നു അബീ താലിബ് കളത്തിൽ വീഴുകയും അങ്ങനെ മരണപ്പെടാൻ പോകുന്ന സമയത്ത് ഒരു സഹാബി കുറച്ച് വെള്ളം കൊണ്ട് എന്ന് ഒളിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ജഅഫർ ഇബ്നു അബീ താലിബ് പറയുന്നത്, സഹോദര, ഇപ്പോഴെനിക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കരുത്, എനിക്ക് സുന്നത്ത് നോമ്പാണ്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ എൻ്റെ ആത്മാവിലേക്കാണെങ്കിൽ ഞാൻ ഈ വെള്ളം കുടിച്ച് നോമ്പ് കുടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, ആ മകരുന്നതിന് മുമ്പ് ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുകയാണ് ചെയ്തത്. മൂന്നാമത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ വന്നു. അദ്ദേഹം ഷഹീദായി. ഇതിന്റെ സഹാബാക്കൾ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കട്ടെ. എന്നാൽ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ എന്തിനു വേണ്ടി പെടുത്തു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. അവിടെ സമയം മുഴുക്കതിന് വേണ്ടി കൊടുത്തു, അവിടെ രക്തത്തെ കൊടുത്തു, അവിടെ മദ്യം കൊടുത്തു, ജീവനെ കൊടുത്തു. മരിക്കുന്ന സമയത്ത് പോലും സുഹൃത്തുക്കളെ അദ്ദേഹത്തെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇപ്പോഴും വെള്ളം ഒഴിക്കുന്നത് എനിക്ക് സുന്നത്ത് നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ അസ്തമിക്കുന്നതിന്
അദ്ദേഹത്തിന്റെ ആത്മാവിനേക്കാണെങ്കിൽ ഈ വെള്ളം കുടിച്ച് നോമ്പ് കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ എന്തെല്ലാം സൗഭത്തുള്ളൂ അള്ളാഹുവിനൊരിക്കൽ ചെറിയാൻ നോമ്പ് കുടിച്ചുകൊള്ളാം, ഇപ്പോഴെന്റെ നോമ്പ് കുറിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഷഹീദാകുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ജീവിച്ചവരാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്റെ ഉസ്താദന്മാരോട്, എന്റെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ ചോരയും നീരും കൊടുത്ത് കെട്ടിപ്പടുത്ത ദീൻ, അവരുടെ ജീവനെ കൊടുത്ത് കെട്ടിപ്പടുത്ത ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നേരത്തെ നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 25,000 രൂപയേ ഉള്ളൂ ഒരു വർഷത്തേക്ക്. പല ഭാഗം വളരെ സമയത്തായിട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാറേണ്ട രോഗം അല്ലാഹു നമുക്ക് മാറ്റിത്തരും. സദഖ വിപത്തിനെ തടയുമെന്നാണ്. അതുകൊണ്ട് എന്റെ ഉസ്താദന്മാരും ദീനി സ്നേഹികളും ഒരു കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പല തവണയായിട്ട് കൊടുത്താൽ മതി, ഒന്നിച്ചു കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹ് ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഇരിക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ സംരക്ഷണം ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിനു വേണ്ടി ഈ മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ അസുഖത്തെ മാറ്റിത്തരട്ടെ. അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ നേതാക്കൾ, സുഹൃത്തുക്കളെ, ഇന്ന് അല്ലാഹു ഒന്നുമില്ലാതിരുന്ന നമുക്ക് അല്ലാഹു ഇത്രയൊക്കെ തന്ന് ഇനി നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങളൊക്കെ ഇനി എത്ര നാളുകളിൽ പോകുമെന്ന് അല്ലാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് ഇത് പട്ടിണിക്കിടാൻ പറ്റില്ല. ഇപ്പോഴത്തെ കടത്തിലാണില്ല സ്ഥാപനവും. 2 വർഷമേ ഉള്ളൂ, 3 വർഷമേ ഉള്ളൂ പോകാതിരുന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കണം. ഇതിന്റെ സംരക്ഷണം നമ്മളൊക്കെ മരിച്ചു പോയാലും ഇത് നടക്കണം. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു ഈ ഒരു കുട്ടിയുടെ സംരക്ഷണം നാലേറ്റെടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസുഖത്തെ മാറ്റിത്തരട്ടെ. അവൻ ഇബാദത്ത് നടക്കട്ടെ, ദീർഘായുസ്സ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് പറയാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് പറയാം, അല്ലെങ്കിൽ കത്ത് തന്നാൽ മതി. അതുപോലെ തന്നെ അഷ്റഫ് ഹാജി, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹം കണ്ടിട്ട് ആലുവായി വന്നതാണ്. ഞാൻ ഇവരെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഒരു കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാം. അല്ലാഹു അതിനെ അദ്ദേഹം ഒരു വളരെയധികം ധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മന്നാനിയാക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ തയ്യാറാണ്. ആ അങ്ങേയറ്റത്തിൽ നിന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദീർഘായുസ്സ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മൂസാ മൗലവി ഒരു കുട്ടി അൽഹംദുലില്ലാ നമ്മുടെ ജമിയത്തുലമായ സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട മൂസാ മൗലവി ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. നല്ല പ്രാസംഗികരാണ്. പടച്ചവനെ ഒരു അസുഖവും അദ്ദേഹത്തിന് കൊടുക്കണ്ട. പടച്ചവനെ ഇതിനു വേണ്ടി ഈ അല്ലാഹുവിന്റെ റസൂൽ 2 വിരലുകൾ അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ യതീമക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗത്തിൽ ഇപ്രകാരമാണ്. ഈ 2 വിരലുകൾ എത്രത്തോളം അടുത്തിരിക്കുന്നു അത്രത്തോളം അടുപ്പത്തിലാണ് ഞാനും യതീമക്കളെ സംരക്ഷിക്കുന്നവനും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എത്രയും രോഗം വരുന്നു, നമ്മളൊന്ന് നിയത്താക്ക്. എന്റെ രോഗം മാറാൻ, എന്റെ ഭാര്യയുടെ രോഗം മാറാൻ, എന്റെ മക്കളുടെ രോഗം മാറാൻ, എന്റെ ഉമ്മാടെയും വാപ്പാടെയും രോഗം മാറാൻ ഞാൻ ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയും. അതിന്റെ വർക്കത്തുകൊണ്ട് ആ കൊണ്ട് നമ്മുടെ രോഗം മാറിത്തരും. അല്ലാഹുവിന്റെ അടുക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംഭാവനയിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഹിലാൽ മനാനി ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവൻ നയിക്കാൻ തൗഫീഖ്. എല്ലാവരും ആമീൻ പറയും. പറഞ്ഞു പടച്ചവൻ ഇതൊക്കെ സ്വീകരിക്കണം. പടച്ചവൻ അവരുടെ ആ വിപത്തുകൾ മാറ്റിക്കൊടുക്കണം. പടച്ചവന് നബിയോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ നീ തൗഫീഖ് നൽകണം പടച്ചവന്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫദ്ദഹുദ്ദീൻ മൗലവി മന്നാനി അദ്ദേഹം ഒരു കുട്ടിയുടെ
സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും സദഖയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നവാസ് മദാനി ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും ചെയ്യാൻ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയാം. ആരെങ്കിലും ഒരാള് ഒന്ന് എഴുന്നേറ്റ് ഒരു കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല തവണയായിട്ട് നിങ്ങൾ കൊടുത്തോണ്ടാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചവനെ ഈ ഏൽക്കുന്നവരെയൊക്കെ നീ വിജയയുടെ കൂട്ടത്തിൽ പെടുത്തണം പഠിച്ചവനെ. അവിടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊടുക്കണം പഠിച്ചവനെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ വന്നതിനാൽ തൗഫീഖ് നൽകണം റഹ്മാനെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കഴിവുള്ളവര് കഴിവെന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ തരുന്നത് നമുക്ക് ഒരു 10,000 രൂപ ചെലവഴിക്കേണ്ട അല്ലെങ്കിൽ 50,000 രൂപ ചെലവഴിക്കത്തക്ക ഒരു രോഗം നമുക്കോ മക്കൾക്കോ തന്നാൽ നമ്മൾ ചെലവഴിക്കില്ലേ എന്നപോലെ ദീനിന് വേണ്ടി നിങ്ങൾ ഈ സദസ്സ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ അത് എഴുതി കൊടുത്തേക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹുവേ ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം പഠിച്ചവനെ. ഇവിടുത്തെ ഉസ്താദന്മാർക്ക് നീ ദീർഘായുസ് നൽകണം പഠിച്ചവനെ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു പാസ്സായ കുട്ടികൾ നല്ല ഓർമ്മശക്തി കൊടുക്കണം പഠിച്ചവനെ. അവർക്ക് നല്ല ഉഹറയായ ആലയങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണം പഠിച്ചവനെ. അവരെയും ഞങ്ങളെയും ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും അല്ലാഹുവേ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ നയിക്കാൻ ഈ തൗഫീഖ് നൽകണം പഠിച്ചവനെ. പഠിച്ചവനെ ഈ സഹോദരത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നീ അംഗീകരിക്കണം പഠിച്ചവനെ. അതിലൊന്നും കിബറോ ഇല്ലാവോ ഒന്നും പറഞ്ഞില്ല അല്ലാഹ് പഠിച്ചവനെ. ഞങ്ങളെല്ലാവരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ നയിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മൊബൈൽ കളഞ്ഞു എഴുതിയിട്ടുണ്ട്, എന്നെ ബന്ധപ്പെട്ടാൽ മതിയാവും. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് സഈദ് ബിൻ അൻസാരി, ആഷിഖ് സുഹൈൽ ഷാ, NHM റാത്തിക്കൽ വർക്കല മേഖല. വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും ക്ഷണിക്കുകയാണ്. ക്യാഷ് അവാർഡ് 3000 രൂപ. മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് ആദിൽ എസ്, അൽ അമൽ എ, ഉബത്തുൽ ഇസ്ലാം മദ്രസ കടുവാപ്പള്ളി. ഇതിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാർക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവിധ ആശംസകളും